തട്ടിപ്പിന്റെ വ്യാപ്തി നോക്കിയാൽ ഇതൊരു പാൽ രഹിത, അതായത് പാലില്ലാത്ത ഡയറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. വ്യാജ നിർമ്മാണം എങ്ങനെയാണ്? ഉത്തരാഖണ്ഡിലെ ഭഗവാൻപൂരിൽ പോമിൻ ജെയിൻ എന്നാണ് അയാളുടെ പേര്, വിപിൻ ജെയിൻ. രണ്ട് പേര് കേട്ടിട്ട് ബ്രദേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇവരാണ് പ്രൊമോട്ടർമാർ ഈ കമ്പനിയുടെ. ഭോലെ ബാബ ഓർഗാനിക് ഡയറി എന്നാണ്, ഇത് ഭഗവാന്റെ പേരിലൊക്കെയാണ് ഡയറിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഈ സ്ഥാപനമാണ് ഈ TTDക്ക് നെയ്യ്, പിന്നെ തിരുപ്പുര തിരുമതി ദേവസ്ഥാനത്തിന് നെയ്യ് വിതരണം ചെയ്തത്. അപ്പൊ ഈ സ്ഥാപനം ഒറ്റ തുള്ളി പാല് പോലും സംഭരിക്കുകയോ വെണ്ണ വാങ്ങുകയോ ചെയ്യാതെയാണ് ഈ പരിപാടി ചെയ്തതെന്നാണ്. ഒരൊറ്റ തുള്ളി പാല് പോലും. കള്ളന്മാരുടെയൊക്കെ ബുദ്ധി അതിബുദ്ധി കേട്ടോ, ഭയങ്കരമാണ്. ആ പേരിനെങ്കിലും ഒന്ന് കുറച്ച് പാല് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തുകൂടായിരുന്നു എന്നുള്ളതാണ്. അതുപോലും ചെയ്യാതെയാണ് ഈ കള്ളം ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ആൾക്കാർ ഒട്ടും തീർത്തും വ്യാജമായി തന്നെ, അതിനകത്ത് വ്യാജത്തിൽ ഒറിജിനൽ കൊണ്ടുവരികയും വേണ്ട എന്നാണ്, മനസ്സിലായില്ലേ? അപ്പം ഇതിന് വ്യാജ രേഖകളുമുണ്ട്. ഈ വ്യാജമായിട്ട് പാൽ സംഭരണ രേഖകളും പണമിടാട് രേഖകൾ ഉണ്ടാക്കി. പാല് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, പാൽ ഉപയോഗിച്ചാണ് കൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഇടപാട് രേഖകൾ ഉണ്ടാക്കി. അപ്പൊ ശുദ്ധമായി നെയ്യ് നിർമ്മിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ അവർ അധികൃതരെ, ഈ TTD അധികൃതരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ചെറിയ തോതിലുള്ള നെയ്യ്, പാം ഓയില്, പിന്നെ പാം കേണൽ ഓയില്, അങ്ങനെ മറ്റു തരത്തിലുള്ള സസ്യ എണ്ണകളാണ്. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. അപ്പൊ പാം ഓയിലാണ് പ്രധാനപ്പെട്ട അതിന്റെ മിക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ എണ്ണകളുമായി ചേർത്ത് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ ബീറ്റാ കരോട്ടീൻ, അതൊരു കെമിക്കലാണ്, ബീറ്റാ കരോട്ടീൻ ചേർത്തു. അസറ്റിക് ആസിഡ് എസ്റ്റർ, കൃത്രിമ നെയ് ഫ്ലേവർ, ഇതൊക്കെ ചേർന്നു. മണം വരുന്നു, നല്ല സ്മെല്ല്. അപ്പൊ കൃത്യമായിട്ട് അതിനുള്ള ഫ്ലേവർ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചൈനയിൽ നിന്നൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ടാവുക. ഈ വ്യാവസായിക രാസവസ്തുക്കളാണ് ഇതെല്ലാം കൂടെ ലാബറട്ടറികളെ പരിശോധന നടത്തുമല്ലോ, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പൊ അവിടെ ആ പരിശോധനകൾ ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അത് മാത്രമല്ല അവരെയും ഇവർ സ്വാധീനിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിന്റെ തട്ടിപ്പിന് പിന്നിലുള്ള രീതിയും അറസ്റ്റും എങ്ങനെയാണ് നടന്നതെന്ന് വെച്ചാൽ, ഈ കരാറിനെ മറികടന്നത് ഭോലെ ബാബ ഡയറിയെ 2022 TTD കരിമ്പട്ടികയിൽ പെടുത്തിയിരുന്നു മുമ്പ്, 2022. അതിന് കാരണം പ്രൊമോട്ടർമാർ തിരുപ്പതിയിലെ വൈഷ്ണവി ഡയറി, ഉത്തർപ്രദേശിലെ മാൽ ഗംഗ ഡയറി, തമിഴ്നാട്ടിലെ AR ഡയറി ഫുഡ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പേരിൽ കരാറുകൾ ഉറപ്പിച്ച വ്യാജ നെയ് വിതരണം തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഇവർ ഈ പ്രശ്നം വന്ന് ഇവരെ പേരിൽ ശ്രദ്ധിച്ചു, അവരെ പിടിച്ചു, അവരെ കരിമ്പട്ടികൾ പെടുത്തി കഴിഞ്ഞപ്പോൾ ഈ പ്രൊമോട്ടർമാർ തിരുപ്പതിയിലെ ഒരു ഡയറി, ഉത്തർപ്രദേശിലെ മാൽഗംഗ ഡയറി, തമിഴ്നാട്ടിലെ AR ഡയറി ഫുഡ്സ് തുടങ്ങിയവരുടെ പേരിൽ നെയ്യ് സംഭരണം തുടർന്നുകൊണ്ടിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.